തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് വളരെ സുപരിചിതമായ വചന സംഭവമാണല്ലോ. തോമാശ്ലീഹായുടെ ഹൃദയത്തിൽ കയറിയ അവിശ്വാസത്തെ ഈശോ ദൂരീകരിക്കുകയാണ്. എങ്ങനെയാണ് ഈശോ ദൂരീകരിക്കുന്നത്? അവിടുത്തെ തിരുവിലാവിലേക്ക്, അല്ല തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് തോമാശ്ലീഹായെ സ്വീകരിച്ചുകൊണ്ടാണ്. 2 വലിയ സംഭവങ്ങൾ നമ്മൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. 2 വശങ്ങൾ നോക്കുമ്പോൾ എന്താണത്? ഒന്ന്, തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം. രണ്ടാമത്തേത് അതിന് പശ്ചാത്തലമായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കരുണ. രണ്ടാമത്തേത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ആദ്യമായിട്ട് വരേണ്ടത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ നാളുകളായിട്ട് തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം എല്ലാ വർഷവും പുതു ഞായറാഴ്ച ആഘോഷിക്കുന്നുണ്ട്, തോമാശ്ലീഹായുടെ വലിയ തിരുനാൾ ദിവസമായിട്ട്. അതേസമയം ഏതാനും വർഷങ്ങളായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന വഴി നമുക്ക് ലഭിച്ച ദൈവകരുണയുടെ വെളിപ്പെടുത്തൽ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതേ തിരുനാൾ ദിവസം, തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ പുതു ഞായറാഴ്ച ദിവസം ദൈവകരുണയുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ 2 തിരുനാളുകളും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ആളുകളുടെ ഉള്ളിൽ കയറുന്നതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലും ഒരു വ്യക്തി പറയുന്നത് കേട്ടു, ഇത്രയും നാളും തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം പുതു ഞായറാഴ്ചയായിരുന്നു ആഘോഷം. ഇപ്പോഴിതാ പുതിയൊരു പെരുന്നാൾ വന്നിരിക്കുന്നു, പുതു ഞായറാഴ്ച. ഇതിലേതാ വേണ്ടത്? പുതിയ തിരുനാൾ വന്നിരിക്കുന്നു, കരുണയുടെ തിരുനാൾ. ഇതിലേത് തിരുനാളാണ് വേണ്ടത്? കരുണയുടെ തിരുനാൾ ഇപ്പം വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് വേണ്ട. പഴയ നമ്മുടെ പാരമ്പര്യത്തിലുള്ള തോമാശ്ലീഹ വിശ്വാസ പ്രഖ്യാപന പുതു ഞായറാഴ്ച തിരുനാൾ അത് തന്നെ വേണം ആഘോഷിക്കാൻ, ആചരിക്കാൻ. ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോഴൊക്കെ കയറി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു കൺഫ്യൂഷൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും വിഷയമല്ല എന്ന് അല്പം ഇതിലേക്ക് നമ്മൾ ആഴപ്പെട്ട് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഈശോയുടെ തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് ഈശോ ആദ്യമായിട്ടൊരു വ്യക്തിയെ ഔപചാരികമായി പ്രകടമായ രീതിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ആ തുറക്കപ്പെട്ട തിരുവിലാവ് എന്ന് പറയുന്നത് നമുക്കറിയാം, കുരിശിൽ കുന്തത്താൽ തുറക്കപ്പെട്ടതാണ്. ആ കുന്തത്താൽ തുറക്കപ്പെട്ട തിരുവിലാവ് ദുഃഖവെള്ളിയാഴ്ച അത് ആചരിക്കുന്നുണ്ട്. ആ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈ പുതു ഞായർ തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം വരെ കൃത്യം 9 ദിവസങ്ങളാണ്. 10-ാം ദിവസമാണ് തിരുനാൾ വരുന്നത്. അങ്ങനൊരു ബന്ധമുണ്ട് എന്നൊരു പക്ഷേ ആരും തന്നെ ചിന്തിച്ചിരുന്നില്ല. വിശുദ്ധ ഫൗസ്റ്റീന വഴി ഈശോ ഒരു വെളിപ്പെടുത്തൽ തന്നപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ കരുണ കടലാണ് തുറക്കപ്പെട്ടത്. ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശുമരണം നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഈ വേദിയിൽ ഈ നാളുകൾ ചിന്തിക്കുകയുണ്ടായി, അതൊരു കോസ്മിക് എക്സർസിസമാണ്. പിശാചിൻ്റെ സകല പിടുത്തങ്ങളിൽ നിന്നും വ്യക്തികളെയും ഈ പ്രപഞ്ചം മുഴുവനെയും ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ
ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും എന്നുള്ള യോഹന്നാൻ 12 തിരുവചനം. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ഒരു കോസ്മിക് പ്രപഞ്ച തരത്തിലുള്ള ഒരു ബഹിഷ്കരണ സംഭവമാണ്. പിശാചിനെ പുറത്താക്കുകയാണ്. അത് കുരിശിന്റെ രക്തത്താലാണ്. കാരണം ആ രക്തം വഴിയ പാവമോചനം. പാവമാണ് പിശാചിൻ്റെ പ്രവൃത്തി. ആ പിശാചിൻ്റെ പ്രവൃത്തിയെ, പാപത്തെ മുഴുവനും തുടച്ചു നീക്കി പരിഹാരമായിട്ട് ഈശോ സ്വയം ബലിയായി കുരിശിലെ ആ കുരിശ് മരണം വഴിയായിട്ട്. ആ ഒരു ബലിയുടെ മനോഹരമായ നിറവിലേക്ക്, ഉള്ളത്തിലേക്ക് ഈശോ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്നു, തോമാസ് ശ്ലീഹായെ. അതുമുതൽ എല്ലാ പാപികളെയും ഈശോ തൻ്റെ ഈ ഹൃദയത്തിലേക്ക്, തിരുഹൃദയത്തിലേക്ക്, കരുണ കടൽ എന്ന് പൗസ്റ്റീന വഴി ഈശോ സൂചിപ്പിക്കുന്നതായ ആ കരുണയുടെ വലിയ സാഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കികൾ കഴുകി വെളുപ്പിച്ച സ്വർഗത്തിലെ വിശുദ്ധർ, വെള്ളയങ്കി അണിഞ്ഞ വലിയ സമൂഹം, അവരെല്ലാവരും ഈശോയുടെ ഈ കരുണ കടലിലേക്ക് പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശുമരണം നമ്മൾ ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ അതൊരു വലിയ പൈശാചിക ബഹിഷ്കരണമാണ്, യോഹന്നാൻ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന പോലെ. അങ്ങനെ പിശാചിൻ്റെ കെട്ടുകളിൽ നിന്ന് വിടുവിക്കാനുള്ള കെട്ട് പൊട്ടിച്ച അവസ്ഥയിൽ മനുഷ്യമക്കളെ ശക്തനായിരിക്കുന്നവനെ കൂടുതൽ ശക്തനായിരിക്കുമ്പോൾ തകർക്കുന്നു. അങ്ങനെ തകർത്തിട്ട് ആ ശക്തൻ്റെ അടിമത്തിൽ കിടന്നവരെല്ലാം ഈശോയുടെ രക്തത്തിൽ മുക്കി കഴുകി വെളുപ്പിക്കുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്, വെള്ള അങ്കിയിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അതാണ് ആ ദുഃഖവെള്ളിയാഴ്ച മുതൽ തുറക്കപ്പെട്ട രക്തവും ജലവും ആ പാർശ്വത്തിൽ നിന്ന് ഒഴുകി. കരുണയുടെ ചിത്രം ഈശോ വരപ്പിക്കുമ്പോൾ ഈ രണ്ട് കതിരുകൾ നമുക്കറിയാം, ഈ തിരുരക്തത്തെയും തിരുജലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആ കരുണയുടെ തുറവിയിലേക്ക്, കടലിലേക്കാണ് ഈശോ എല്ലാ പാപികളെയും ക്ഷണിച്ചുകൊണ്ടുള്ള പ്രത്യേകമായൊരു സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന അനുഭവം പൗസ്റ്റീന വഴി മനുഷ്യർ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് പുതിയ ഭക്തിയല്ല, പുതിയ വെളിപ്പെടുത്തലല്ല, പുതിയ എന്ത് രക്ഷാകര സംഭവമല്ല. ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ച കാര്യം, പുതിയ ഞായറാഴ്ച തോമാസ് ശ്ലീഹ ഈശോ കൊടുത്ത കാര്യം നമ്മൾ ഈ പുതിയൊരു കാഴ്ചപ്പാട് കാണുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് തോമാസ് ശ്ലീഹായെ വിശുദ്ധ അവിശ്വാസിയായിരിക്കുന്ന അവസ്ഥ മാറ്റി വിശുദ്ധ വിശ്വാസിയാക്കി, നമ്മുടെ അപ്പസ്തോലനാക്കി മാറ്റിയെടുത്ത ദൈവത്തിൻ്റെ വലിയ കരുണയുടെ ആഘോഷമാണ്. ആ ദിവസം ഒന്നാമത് കരുണയുടെ ദിവസമാണ്. ഒപ്പം അതുവഴി തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ദിവസവുമാണ്. ഇതിലൂടെ മനോഹരമായിട്ട് ചേർന്ന് വരുന്നു. തോമാസ് ശ്ലീഹായുടെ പിന്നാലെ നാം എല്ലാവരും ആ കരുണ കടലിലേക്ക് പ്രവേശിക്കണം. പൗസ്റ്റീനായോട് ഈശോ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, ഈ ചിത്രം ഈ രീതിയിൽ ഈ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും ആ സാന്നിധ്യം കതിരുകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഛായാചിത്രം വരയ്ക്കണം, പെയിൻറ് ചെയ്യിപ്പിക്കണം, അത് പ്രദർശിപ്പിക്കണം. അതെവിടെയെല്ലാം പ്രദർശിപ്പിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം, വീടുകളിലാകട്ടെ, മുറികളിലാകട്ടെ, പൊതുവേദികളിലാകട്ടെ, നഗരങ്ങളിലാകട്ടെ, എവിടെയുമാകട്ടെ, എവിടെല്ലാം ഈ ചിത്രം നിൽക്കുന്നോ അവിടെ സാത്താൻ ഭയന്നോടും. കാരണം അവൻ്റെ പരാജയത്തിൻ്റെ പ്രഖ്യാപനമാണ്. അവൻ്റെ പിടിയിൽ, തോമാസ് ശ്ലീഹായുടെ ഹൃദയത്തിൽ സാത്താൻ ഒരു കെണി വെച്ചിരുന്നു. അവിശ്വാസത്തിൻ്റെ പിശാചിനെ തോമാസ് ശ്ലീഹായിൽ നിന്നും ഈശോ പുകച്ച് പുറത്ത് ചാടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. മറിയം മഗ്ദലേനയിൽ 7 പിശാചുക്കളുണ്ടായിരുന്നു. അവയെ ബഹിഷ്കരിച്ച് ഈശോ, എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചത്. തോമാസ് ശ്ലീഹായിൽ ഒരു പിശാച് കയറി, അവിശ്വാസത്തിൻ്റെ പിശാച്. ആ പിശാചിനെ ഈശോ ചാടിച്ചു വിട്ട് എങ്ങനെയാണ്? തോമാസ് ശ്ലീഹായിലേക്ക് തൻ്റെ കരുണ തുറന്ന് ഒഴുകി കൊടുത്തു. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് ഈശോ സമൃദ്ധമായി തൻ്റെ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നും കരുണ കടത്തിവിട്ടപ്പോൾ തോമാസ് ശ്ലീഹായുടെ ഉള്ളത്തിൽ കയറി ബുദ്ധിയിലും ചിന്തയിലും ഹൃദയത്തിലുമെല്ലാം ഇങ്ങനെ പമ്മിയിരുന്നിരുന്ന അവിശ്വാസത്തിൻ്റെ പൈശാചിക അരൂപികളോ പൊക്കച്ച് പുറത്തു ചാടി. അപ്പോൾ തോമാസ് ശ്ലീഹ ശ്വാസം വിടാറായത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ദൈവരായ അനുഭവത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ ആ ഒരു ചിത്രം, ഛായാചിത്രത്തിന് ഈ വലിയ പവറുണ്ട്, പിശാചുക്കളെ ഓടിക്കാനുള്ള പവറുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, ഈ പടം എവിടെയെല്ലാം പ്രദർശിപ്പിക്കുന്നോ അവിടെയെല്ലാം എൻ്റെ സംരക്ഷണം കിട്ടും. ആ സംരക്ഷണം മറ്റൊന്നിരുന്നുമല്ല, ഒന്നാമത് പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും സാന്നിധ്യങ്ങളിൽ നിന്നുമാണ്. നമ്മൾ പൗസ്റ്റീനയുടെ ഡയറിയിൽ 416 മുതലുള്ള ഖണ്ഡികളിൽ ഈ ഛായാചിത്രം ആദ്യമായിട്ട് പോളണ്ടിൽ പ്രദർശിപ്പിച്ച ആ സംഭവത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് 1935 ഏപ്രിൽ 26 ദുഃഖവെള്ളിയാഴ്ച, വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ പൗസ്റ്റീനയ്ക്ക് ഒരു ദർശനമുണ്ടാവുകയാണ്. അതിങ്ങനെയാണ് അവർ വിവരിച്ചിരിക്കുന്നത്. ഈ ഛായാചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഈശോയുടെ കൈ പെട്ടെന്ന് ചലിക്കുന്നത് ഞാൻ കണ്ടു.
വലിയ ദേവാലയത്തിൻ്റെ മുമ്പിൽ നഗരം മുഴുവനും കാണാൻ പറ്റുന്ന പോലെ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ചിത്രം. ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഛായാചിത്രത്തിലെ ഈശോയുടെ കൈ ചലിച്ചു, ഉയർന്നു. എന്നിട്ട് ഒരു വലിയ കുരിശൻ്റെ അടയാളം ഈശോ വരച്ചു ആ നഗരത്തിൻ്റെ നേർക്ക്. അങ്ങനെ കണ്ടു. അന്ന് വൈകിട്ട് ഞാൻ കിടക്കാൻ പോയപ്പോൾ വീണ്ടും ദർശനമായിട്ട് ഭവിഷ്യനെ കാണുകയാണ്. ആ ചിത്രം പള്ളിയുടെ വാതിക്കലാണ് വെച്ചിരിക്കുന്നത്. അവിടെ വെച്ചത് ചിത്രം ഇതാ ദർശനത്തിൽ ഭവിഷ്യനെ കാണുകയാണ്. ആ ചിത്രം പട്ടണത്തിൻ്റെ മുകളിലൂടെ നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ വലകളാലും കുരുക്കുകളാലും പട്ടണം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഈശോ ഈ ചിത്രം അതുവഴി കടന്നു പോയപ്പോൾ എല്ലാ വലകളും അവിടുന്ന് വിച്ഛേദിക്കുകയും അവസാനം ഒരു വലിയ കുരിശിൻ്റെ അടയാളം വരച്ച് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പോൾ പട്ടണം മുഴുവനും വലകളാലും കുരുക്കുകളാലും ആവരണം ചെയ്യപ്പെട്ടിരുന്നു, ബന്ധിക്കപ്പെട്ടിരുന്നു. പൈശാചികമായ ഒരുപാട് കെണികൾ, ബന്ധനങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നഗരങ്ങളിൽ ശക്തമായിട്ട് ഉണ്ട്. അതിന് പിന്നിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. ഈ നാളുകളിൽ നമ്മൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാം എന്തുമാത്രം സാത്താനിക ഇടപെടലുകളാണ് നടക്കുന്നതെന്ന് ഈ വേദിയിൽ നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യുവജനങ്ങളും കൗമാരപ്രായക്കാരും ഒക്കെ എട്ടും പൊട്ടും തിരിയാതെ അങ്ങനെ കാര്യങ്ങളിൽ കൗതുകം വെച്ചിറങ്ങി ശമരിയായിലെ ഷെമയോൻ ചെപ്പടി വിദ്യ കാണിച്ച് ചെറിയവരും വലിയവരും അനേകരെ സ്വാധീനത്തിലാക്കി കെട്ടിയിട്ടതുപോലെ നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ അറിവില്ലായ്മയിലും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും ഇങ്ങനെ കെട്ടുകളിൽ പോകുന്നുണ്ട്. ഒരുപാട് വലകളാലും കുരുക്കുകളാലും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിന് ഒരു നെറ്റാണ് നമുക്കറിയാം, ഒരു വലയാണ്. ആ വല വല്ലാത്ത കുരുക്കായിട്ട് അനേകർക്ക് വരുന്നുണ്ട്. വലകളാലും കുരുക്കുകളാലും പട്ടണം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ആ വലകളെ മുഴുവൻ ഈശോ ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ആ കരുത്തിൽ ആശീർവദിച്ച് വിച്ഛേദിച്ചു. അപ്പോൾ പൗഷ്ടികന വീണ്ടും ദർശനത്തിൽ കാണുകയാണ്, എൻ്റെ ചുറ്റും പകയുള്ള രൂപങ്ങളുടെ സമൂഹം എന്നോടുള്ള വിരോധം കൊണ്ട് കത്തി എരിയുന്നത് ഞാൻ കണ്ടു. അത് പൈശാചിക അരുവികളാണ്. അവരുടെ അധരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണി വന്നുകൊണ്ടിരുന്നെങ്കിലും ഒന്നും എന്നെ സ്പർശിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കരുണയുടെ തിരുനാൾ ദിവസം ആയിരിക്കണം. ഈ കരുണയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഭാഷണം നടക്കുകയാണ്. 417 ഖണ്ഡികയിൽ അതേപ്പറ്റി പൗഷ്ടികൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: എൻ്റെ കുമ്പസാരക്കാരൻ്റെ ഫാദർ സപ്പോച്കോ പ്രഭാഷണം ഞാൻ കേട്ടു. വളരെ നാളുകളായി ഈശോ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ദൈവകാരുണ്യത്തെപ്പറ്റിയുള്ള ആദ്യത്തെ പ്രഭാഷണമായിരുന്നു അത്. കർത്താവിൻ്റെ വലിയ കരുണയെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചിത്രം ജീവനുള്ളതായി. അവിടെ സമ്മേളിച്ചിരുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ രശ്മികൾ ചൂഴ്ന്നിറങ്ങി. എന്നാൽ എല്ലാവരിലും ഒരേ അനുപാതത്തിലായിരുന്നില്ല. ചിലർക്ക് അധികവും മറ്റു ചിലർക്ക് കുറച്ച് ലഭിച്ചു. സ്വീകരിക്കുന്ന അനുസരിച്ചാണ് കൃപ അകത്തേക്ക് ഒഴുകുക. നമുക്കറിയാം എന്തുമാത്രം ആഗ്രഹത്തോടെ ഈശോ അപ്പസ്തലന്മാരെ അയക്കും പറയല്ലേ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കണം. സമാധാന പ്രിയരായി ഒരുക്കമുള്ളവരായി ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആശംസിച്ച് സമാധാനം അവർ കുടികൊള്ളും, അല്ല നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ സ്വീകരിക്കുന്നവരുടെ സ്വീകരണ ക്ഷമത വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ട് എവർ ഈസ് റിസീവ്ഡ് അക്കോർഡിംഗ് ടു ദി കപ്പാസിറ്റി ഓഫ് ദ റിസീവർ എന്നോട് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പൗഷ്ടികൻ പറയുകയാണ്, എല്ലാവരിലേക്കും ഒരുപോലെ ഇറങ്ങിയില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഓരോ ആശീർവാദവും ദൈവികമായ ഇടപെടലും എന്തുമാത്രം ഒരുങ്ങി ആഗ്രഹിച്ച് ദാഹിച്ച് തുറന്ന് സ്വീകരിച്ചാലും ഒട്ടും അധികം ആവുകയില്ല എന്നതിൻ്റെ സൂചന. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിലേക്ക് ഹൃദയങ്ങളിലേക്ക് രശ്മികൾ ചൂഴ്ന്നിറങ്ങി അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ട് ദൈവത്തിൻ്റെ കൃപ കണ്ട ആത്മാവ് അത്യന്തം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 418 ഖണ്ഡികയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: പ്രഭാഷണം അവസാനിച്ചപ്പോൾ മഠത്തിൽ തിരിച്ചെത്താൻ ഞാൻ ധൃതി കൂട്ടി. സമ്മേളനം തീരുന്നവരെ കാത്തു നിന്നില്ല. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിശാചുക്കളുടെ ഒരു വലിയ വ്യൂഹം എൻ്റെ വഴി തടസ്സപ്പെടുത്തി. അവരെന്നെ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി. ഞാൻ ഇപ്രകാരം കേട്ടു: നമ്മൾ വളരെ വർഷങ്ങളായി അധ്വാനിച്ചെടുത്തതെല്ലാം അവർ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരോട് ചോദിച്ചു, ഇത്രയധികം പേർ എവിടെ നിന്ന് വന്നു? ആ ദുഷ്ടാരൂപികൾ മറുപടി നൽകി, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന്. ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. നമ്മൾ ഒന്നിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഒന്ന്, പൗഷ്ടികന ഈ പൈശാചിക അരുവികളാൽ വലയം ചെയ്യപ്പെടുന്ന പല സംഭവങ്ങൾ ഈ ഡയറിയിൽ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഡയറിയുടെ ഒരു കോപ്പി നാം എല്ലാവരും സ്വന്തമായിട്ട് വാങ്ങിച്ച് വെച്ച് ഇത് വായിച്ചെടുക്കണം. ദൈവരാജ്യത്തിൻ്റെ ശക്തമായ ആഴപ്പെട്ട സൗഖ്യം നൽകുന്ന അനേകം രഹസ്യങ്ങൾ ഈ ഡയറിയിലൂടെ പൗഷ്ടികന വഴി ഈശോ നമുക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്.
ഇതിൻ്റെ മലയാള പ്രതികൾ പുസ്തകം നമ്മുടെ കയ്യിൽ നമുക്ക് ലഭ്യമാണ്, ബുക്ക് സ്റ്റോളുകളിൽ. നമ്മളൊരെണ്ണം വാങ്ങിച്ചിട്ട് സത്യയോടെ വായിച്ച്, വലിയ ദൈവശാസ്ത്ര പ്രതിപാദനങ്ങളൊന്നുമല്ല, കൊച്ചു കൊച്ചു അനുഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ വായിച്ച പോലെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. നമുക്കെല്ലാവർക്കും ഇതിൻ്റെ കോപ്പി സ്വന്തമായിട്ട് വെച്ചിട്ട് അത് വായിച്ച് വരച്ചും കുറിച്ചും എടുത്ത് ഈ ദൈവരായ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു ദൈവരായ രഹസ്യം ഇപ്പം ഞാൻ സൂചിപ്പിക്കാൻ വന്നത്, ഈ പൈശാചിക അരൂപികൾ ഭവിഷ്യനെ വഴിയെ വെച്ച് തടയുന്ന സംഭവങ്ങളുണ്ട്. കറുത്ത പട്ടികളുടെ വലിയ കൂട്ടമായിട്ട് വന്ന് കടിച്ച് കീറുമെന്ന് പറയുന്ന ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ട്. മുറിയിലൊരു വല്ലാത്ത ഭാരപ്പെട്ട പൂച്ച കട്ടിൽ വന്ന് കയറിയിട്ട് ചാടി അവളെ ഉറക്കം തടസ്സപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി രൂപമില്ലാതെ വരുന്ന പൈശാചിക രൂപങ്ങൾ, സാന്നിധ്യങ്ങളുണ്ട്. അവിടെ ഒക്കെ മുമ്പിൽ ഭവിഷ്യനെപ്പറ്റി ഞാനിത് വായിച്ചു പോകുമ്പോൾ എന്നെ ഒത്തിരി ആകർഷിക്കുന്ന ഒരു കാര്യം, ഭവിഷ്യനെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. പൈശാചിക അരൂപിയുടെ വലിയ സംഘം അവിടെ ആക്രമിച്ചു. ഒരിക്കലും പട്ടികളായിട്ട് കാണുന്ന, പട്ടികളുടെ രൂപത്തിൽ കാണുന്ന കറുത്ത പട്ടികൾ വരുമ്പോൾ ഭവിഷ്യനയോട് അവർ പറയും, നിന്നെ ഞങ്ങൾ കടിച്ച് കീറും. ഭവിഷ്യന പറയും, ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ നിങ്ങൾ കടിച്ച് കീറിക്കൂ. എന്നിട്ട് ഭവിഷ്യന അവിടെ ശാന്തമായിട്ട് നിന്നിട്ടൊരു വാക്ക് പറയും, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. ഒറ്റ വചനം കരുത്തോടെ ശാന്തമായിട്ട് പറയുകയാണ്. അപ്പോഴേക്ക് പിശാചുക്കൾ പറയുകയാണ്, അലറിക്കൊണ്ട് ഓടുകയാണ്, അവൾ തനിച്ചല്ല, സർവശക്തൻ അവളുടെ കൂടെയുണ്ട്, ഓടിക്കൂ. അങ്ങനെ ഓടി മായുകയാണ്. ദൈവം കൂടെയുള്ള വ്യക്തി. വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. ആ ഈശോ എന്നിലുണ്ട്, വചനമായിട്ട് സാന്നിധ്യമായിട്ടും. അത് ഭവിഷ്യന ഉറപ്പിച്ച് പറഞ്ഞപ്പം പൈശാചികൾ ഭയന്ന് പെരുമാറി. ഇത് നമ്മൾ ഭവിഷ്യനായുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കേണ്ട ദൈവരായ രഹസ്യമാണ്. ഒരു പൈശാചിക അരൂപി നമ്മൾ ഭയപ്പെടാനായിട്ട് പാടില്ല. മറ്റൊന്ന്, ഇവിടെ ഈ അരൂപികൾ ഇത്രയും എണ്ണം, അത് ഭവിഷ്യനയ്ക്ക് ആശ്ചര്യം തോന്നി. ഭവിഷ്യ ചോദിക്കുകയാണ്, ഇത്രയധികം പേര് എവിടെ നിന്ന് വന്നു? ആ പള്ളിയിൽ ആ വെള്ളിയാഴ്ച അല്ലെ പുതിയാറ് ദിവസം, കരുണയുടെ തിരുനാൾ ദിവസം ഈ ചിത്രം പ്രദർശിപ്പിച്ച് സപ്പോച്ച്കോ അച്ഛൻ ഒരു പ്രസംഗം നടത്തി. ആ പള്ളിക്കകത്ത് എത്ര വന്നാലും ഒരു 10,000 പേര് കൂടുതലില്ല, അല്ല 500 പേരേ ഉള്ളൂ. അവരെ പ്രസംഗം കേൾക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭവിഷ്യനെ കണ്ടതുപോലെ ഈശോയുടെ ചിത്രത്തിൽ നിന്നുള്ള കരുണയുടെ രശ്മികൾ, തിരുരക്തവും തിരുജലവും അനേകരുടെ ഉള്ളങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി. അത് കടന്നു ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഉള്ളങ്ങളിൽ ദൈവത്തോടുള്ള ഭയമുണ്ടായിരുന്നു, കുറ്റബോധമുണ്ടായിരുന്നു, പാപഭാരമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അകൽച്ച. ആദവും അവയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയം ഒളിച്ചു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഭയന്ന് മാറി നിൽക്കുന്ന ഒരു കെണിയുണ്ടായിരുന്നു. ആ സാത്താൻ്റെ കെണിയായിരുന്നു. ദൈവം അങ്ങനെ ഭയപ്പെടുത്തുന്ന ആളല്ല. സ്വന്തം പുത്രനെ ബലിയായിട്ട് കൊടുത്തിട്ട് ആ തിരുരക്തവും തിരുജലവും വഴി നിങ്ങളെ പാപങ്ങളെല്ലാം കഴുകി തമ്പുരാൻ തന്നെ മാറ്റിയിട്ട് നിങ്ങളെ ചങ്ങത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്വർഗീയ അപ്പായാണ് അവിടുന്ന് എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ ഈ കരുണയുടെ പ്രഘോഷണം വഴി അടിവരയിട്ട് ഈ ആൾക്കാർക്ക് കിട്ടിയപ്പോൾ അവർ പ്രത്യാശയോടെ തമ്പുരാൻ്റെ പക്കലേക്ക് നോക്കി. ദൈവമേ നന്ദി, സ്നേഹത്തിന് നന്ദി, പാപങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ അവർ ആ പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടി ഇരുന്നു കൊണ്ട് ഇടം കണ്ടെത്തി അവിടെ വസിച്ചുകൊണ്ട് അവരെ ഭയത്തിലും കുറ്റബോധത്തിലും നിരാശയിലും വെറുപ്പിലും പ്രാർത്ഥിക്കാൻ മേലാത്ത അവസ്ഥയിലാക്കിയിരുന്ന പൈശാചിക അരൂപികൾ പുറത്തായി, ബഹിഷ്കൃതമായി പുറത്തുപോയി. അവർ കോപം കൊണ്ട് നിറഞ്ഞാണ് ഇപ്പോൾ ഈ വഴിയിൽ ഭവിഷ്യനെ തടസ്സപ്പെടുത്തുന്നത്. പക്ഷെ ഭവിഷ്യനയ്ക്ക് ആശ്ചര്യം, ഇത്രയധികം പേര് അവിടെ നിന്ന് വന്നു. ആ പള്ളി ഇരിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളിൽ നിന്നാണ്. ഒരു 500 പേര് ആ പള്ളിയിലുണ്ടെങ്കിൽ ഒരുപക്ഷെ പകുതി പേരെ ഈ വചനം ശരിക്കും കേട്ടിട്ടുള്ളായിരിക്കുള്ളൂ. പക്ഷെ അത്രയും പേരുടെ ഉള്ളങ്ങളിൽ പോലും ഇത്രയും പൈശാചിക അരൂപികൾ. മറിയം മഗ്ദലേന എന്ന ഒറ്റ വ്യക്തിയുടെ ജീവിതത്തിൽ 7 പിശാചുക്കൾ, ലഘുവിന് ആവശ്യമിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പന്നിക്കൂട്ടം മുഴുവൻ താങ്ങാൻ മേലാത്ത പോലെ പൈശ സാന്നിധ്യം. നമ്മൾ പറഞ്ഞു തോമാശ്ലീഹായുടെ ഹൃദയത്തിൽ പോലും അവിശ്വാസത്തിൻ്റെ ദേവൻ എന്നൊക്കെ വചനം പറയുന്ന പോലെ അവിശ്വാസം, സംശയം, ശാഠ്യം, അകൽച്ച, ഇങ്ങനെയുള്ള പൈശാചിക അരൂപികൾ കയറിയിരുന്നു. അവയെല്ലാം ഈശോ പുറത്താക്കി. തോമസിലെ വിശ്വാസ പ്രഖ്യാപന ദിവസം, പുതുഞായറാഴ്ച, കരുണയുടെ തിരുനാളായിട്ട് ദിവസം. അതുകൊണ്ട് ഈശോ കാണിച്ചു തരുന്നത് കരുണയുടെ ആഘോഷമാണത്. തോമാശ്ലീഹായുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകി ചെന്നപ്പോൾ അവിടെ സംഭവിച്ച എന്തോ അത് തന്നെ ഈ കരുണയുടെ ഛായാചിത്രം പ്രദർശിപ്പിക്കേണ്ട ആദ്യത്തെ ദിവസം സംഭവിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി ഒഴുകി വന്ന് നിറയണം. നല്ല ദൈവം നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനയാണ്, എന്നെ ദൈവത്തിന് ഇഷ്ടമില്ല, കാരണം ഞാൻ പാപം ചെയ്തു. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കും, പാപമില്ലാത്ത ആരുമില്ല. ചിലപ്പോൾ ഗൗരവമുള്ള പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ലജ്ജാകരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം, ചില ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം, ചിലതിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാപത്തിനകത്ത് കുതിർന്ന് കിടക്കുന്ന അവസ്ഥ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു
പള്ളിയിൽ ആയിരിക്കുമ്പോൾ ഒരു വാർഡ് കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് പോയി. ഒരു കൊച്ചു വീട് നിറയെ ആൾക്കാർ കൂടിയിരിക്കുക. വാർഡിലെ ആൾക്കാരെല്ലാം ആവേശത്തോടെ വന്നിട്ടുണ്ട്. അകത്തെ മുറിയിൽ മേശ ഒരുക്കി രൂപമൊക്കെ വെച്ച് തിരികത്തിച്ച് വെച്ച് അച്ഛനുള്ള സീറ്റോട് കസേര തയ്യാറാക്കി ഞാനവിടെ പോയി ഇരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. മുറി നിറയെ ആൾക്കാർ, അടുത്ത മുറികളിലെല്ലാം ആൾക്കാർ. ആ വീട്ടിലെ ഒരു പയ്യൻ, ഒരു 3-4 വയസ്സ് കാണും, അവൻ ആവേശത്തോടെ ഓടി നടക്കുകയാണ്. എല്ലാവരും വരുന്ന സന്തോഷത്തിൽ അങ്ങനെ ഓടി നടന്നു. പ്രാർത്ഥന ആരംഭിച്ച് ഏറ്റവും മുമ്പിൽ വന്ന് പായയുടെ ഏറ്റവും മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച് വചനം വായിച്ചു. ഞാനത് വ്യാഖ്യാനിച്ചുകൊണ്ട് സന്ദേശം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പയ്യൻ ഛർദ്ദിച്ചു. അന്ന് വീട്ടിൽ ബിസ്ക്കറ്റ് മേടിച്ചോ കേക്ക് മേടിച്ചോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഓടി നടക്കുകയായിരുന്നു. ഛർദ്ദിച്ചു. ഈ ഛർദ്ദിലിൻ്റെ രൂക്ഷമായ ഗന്ധം ആളുകൾ തിങ്ങി നിൽക്കുന്ന മുറി മുഴുവൻ അങ്ങ് നിറഞ്ഞു. എൻ്റെ ഉടുപ്പയിലോട്ടും വീണു, പായലെല്ലാം വീണു, ഒരാൾക്കാരുടെ ദേഹത്തോട്ട് ഛർദ്ദിൽ വീണു. അവരിങ്ങനെ മുഖത്തോട് ഛർദ്ദിലിങ്ങനെ ഒഴുകി ഇങ്ങനെ വാവിട്ട് കാറാൻ തുടങ്ങി. എല്ലാവരുടെ മുഖത്തൊരു വല്ലാത്ത ഭാവം വന്നു. അറപ്പ്, കാരണം ഛർദ്ദിലാണ്, അതിൻ്റെ ദുർഗന്ധവും. പക്ഷേ കൊച്ചാണ്. ഞാനും ഈ അസ്വസ്ഥതയൊന്നും പ്രകടിപ്പിക്കാത്ത രീതിയിൽ പങ്കുവെക്കുന്ന വചനമായിട്ട് മുന്നോട്ടങ്ങ് നീങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ആൾക്കാരെല്ലാം ഇങ്ങനെ അറപ്പോടുകൂടി നോക്കുകയാണ്, ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ അസ്വസ്ഥത ഈ കൊച്ചിൻ്റെ അമ്മ അപ്പുറത്ത് അടുക്കളയിലവൻ ഉണ്ടായിരുന്നു, ആരോ പറഞ്ഞിട്ടായിരിക്കാം. അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി നോക്കി, രംഗം കണ്ടു, ഓടി ചെറുക്കനോട് കയറി വന്നിട്ട് ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, ഈ ഛർദ്ദിലിങ്ങനെ ഒഴുകി നിൽക്കുന്ന അവസ്ഥ ഈ കൊച്ചിനെ കാണുമ്പോൾ അമ്മയ്ക്ക് അറപ്പ് വന്നേക്കും. പക്ഷേ ആ അമ്മ ഓടി വന്ന് ഈ കരയുന്ന കൊച്ച് ഛർദ്ദിലൊഴുകി ഉടുപ്പേലും കറിയലെല്ലാം ഈ അമ്മ വന്ന് ഈ കൊച്ചിനെ അങ്ങ് വാരിയെടുത്ത് ആ ഛർദ്ദിലൊഴുകുന്ന ആ മുഖത്തോട് തന്നെ മുഖം ചേർത്ത് വെച്ച് മുത്തം കൊടുത്ത് ആ തൻ്റെ ഉടുപ്പ് കൊണ്ട് ആ ഛർദ്ദിലൊക്കെ തൂത്തിട്ട് ഛർദ്ദിൽ നിറഞ്ഞ ആ ഉടുപ്പുള്ള കുഞ്ഞിനെ ചങ്കത്തോട് ചേർത്ത് പിടിച്ച് കൊച്ചു വിഷമിക്കേണ്ട, അമ്മ ബാ അമ്മയല്ലേ ഉള്ളേ എന്ന് പറഞ്ഞ് അതിനെ ആശ്വസിപ്പിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ഛർദ്ദിലിൻ്റെ അഴുക്കിനകത്ത് ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടെ ചുറ്റുവരുന്ന എല്ലാവരും ഈ കുഞ്ഞിനെ ഒന്ന് പെടുത്തിയിട്ടൊരു അകൽച്ച അനുഭവപ്പെട്ട് നോക്കുമ്പോൾ ഈ അമ്മ ഓടി വന്ന് ആ അഴുക്കിലേക്കല്ല കുഞ്ഞിലേക്കാണ് നോക്കുന്നത്. നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ രശ്മിയാണ് അമ്മയുടെ ഈ സ്നേഹത്തിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ അഴുക്കുകൾ കണ്ട് മാറി നിൽക്കുന്നവനല്ല തമ്പുരാൻ. നമ്മുടെ അഴുക്കുകൾ കാണുന്നിടത്തും നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. അഴുക്കൊന്നും അവിടത്തേക്ക് അറപ്പേയല്ല. ആ അഴുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് വൃത്തികെട്ടത് അറയ്ക്കുന്നല്ലോ, മാറിപ്പോ, കോരിക്കള, വാരിക്കള, കഴുക എന്ന് കുറ്റപ്പെടുത്തി നമ്മളെ ഭാരപ്പെടുത്തുന്നത് പിശാചാണ്. അങ്ങനത്തെ മെൻറ്റാലിറ്റി നമുക്കുണ്ടാകാൻ പാടില്ല. ആരുടെ നേർക്കും? നമ്മുടെ നേർക്ക് ദൈവത്തിനില്ല. അത് നമ്മൾ അറിയുകയും ചെയ്യണം. അവിടെ തമ്പുരാൻ്റെ പക്കലേക്ക് നമ്മൾ ഏത് ഛർദ്ദിൽ പോലെയുള്ള അഴുക്കിനകത്ത് വിട്ട് നിൽക്കുമ്പോഴും നമുക്ക് തമ്പുരാൻ്റെ പക്കലേക്ക് പ്രത്യാശയോടെ നോക്കാനായിട്ട് സാധിക്കണം. അതാണ് കരുണയുടെ ആഘോഷം, കരുണയുടെ തിരുനാൾ. തോമാശ്ലീഹായുടെ അവിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ തോമാശ്ലീഹ നിൽക്കുമ്പം ആ ഗ്രൂപ്പിൽ അപ്പോസ്തലന്മാർ യൂദാസില്ല, 11 പേരുണ്ട്. അതിന് തോമാശ്ലീഹ ഈ പ്രാവശ്യം ഈശോ വന്നപ്പോൾ ഇല്ലായിരുന്നു. രണ്ടാം ഈശോ വരുന്നതാണ്. തോമാശ്ലീഹ മാറി നിൽക്കുകയാണ്. ഈശോ 2ാം പ്രാവശ്യം കണ്ടപ്പോൾ ബാക്കി അപ്പോസ്തലന്മാരുടെ സന്തോഷം ഓടി വരികയാണ്. അവർക്ക് ആവേശമാണ്, ഈശോയുടെ ഇഷ്ടമാണ്. തോമാശ്ലീഹ മാത്രം വാടി, കാരണം അവിശ്വാസം പറഞ്ഞു, തർക്കം പറഞ്ഞു, കൊണ്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി വാടി തല കുനിച്ച് നിൽക്കുന്ന തോമാശ്ലീഹായെ ഈശോ നേരെ വിളിക്കുകയാണ്. ഈ 10 അപ്പോസ്തലന്മാരുടെ സ്നേഹവും പുഞ്ചിരിയും ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ആഘോഷിക്കുകയാണ് ഈശോ ചെയ്യുന്നു. ആദ്യം ചെയ്യുന്നത്, തോമാ ഇങ്ങോട്ട് വന്നേ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ എന്ത് ചെയ്യുന്നത്? ഇതേ കാര്യങ്ങൾ കണ്ടേ, വിലാവിലേക്ക് വന്നേ. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വാ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മ വേറെ ആരെ ശ്രദ്ധിക്കാതെ അതിൻ്റെ അടുത്തേക്ക് വന്ന് വാരി കോരിയെടുത്ത് ചങ്കത്തോട് ചേർത്ത് പിടിച്ച് അഴുക്ക് നീക്കുന്ന പോലെ ഈശോ ഈ 10 അപ്പോസ്തലന്മാരുടെ നടുവിൽ വാടിക്കോടി വിഷമിച്ചിരുന്ന തോമാശ്ലീഹായെ വന്ന് ആ അവിശ്വാസത്തിൻ്റെ അഴുക്കെല്ലാം അവഗണിച്ചുകൊണ്ട് വാരി കോരിയെടുത്താണ് ചങ്കത്തോട്ട് എടുക്കുകയാണ്. മനോഹരമായ ചേർത്ത് പിടിക്കലിൻ്റെ അനുഭവം. അതാണ് ഈശോ നമുക്ക് വേണ്ടി നേടിവെച്ചിരിക്കുന്ന രക്ഷ, സുവിശേഷത്തിൻ്റെ മനോഹാരിത. സാത്താൻ എപ്പോഴും പറയാൻ നോക്കും, നീ പാപിയാണ്, പാപിനിയാണ്, നിന്നെ ഇഷ്ടമില്ല, നീ തർക്കദോഷമുള്ള വ്യക്തിയാണ്, പിന്നെയും പാപം ചെയ്ത് ഇനിയും പാപം ചെയ്യാൻ പോകുന്ന ആളാണ്, അവിടെ നിൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല, മാറി നിൽക്ക്. തമ്പുരാൻ പറഞ്ഞത് അങ്ങനെയല്ല. നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ പാപമറിയാത്തവനെ പാപമാക്കി ദൈവത്തിൻ്റെ വലിയ കരുണ കുരിശിലെ ബലിയിലൂടെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി യാഥാർത്ഥ്യമാക്കി തന്നത് ഈ കരുണയുടെ ചിത്രത്തിലൂടെയും കരുണയുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് തുറന്ന് ഇന്നാൾ തന്നിരിക്കുന്നത് നമുക്ക് ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥന നമ്മുടെ ഉള്ളങ്ങളെ ഈശ്വര പക്കലേക്ക് ഉയർത്താം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വലിയ കരുണ പുത്രനിലൂടെ ഞങ്ങളിലേക്ക് പ്രവഹിച്ചുവല്ലോ. കുരിശിൽ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ തിരുരക്തവും തിരുജലവും ആ തിരുവിലാവിലൂടെ തുറക്കപ്പെട്ട കരുണ കടലിലേക്ക്
അങ്ങ് ആദ്യമായിട്ട് അങ്ങയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലനെ തന്നെയാണ് പ്രവേശിപ്പിച്ചത്. അതാണല്ലോ പുതിയ ഞായറാഴ്ച തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത്. തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം അങ്ങയുടെ കരുണയുടെ ആഘോഷമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. തോമാശ്ലീഹയ്ക്കൊപ്പം തൊട്ട് പിന്നാലെ ഞങ്ങളെല്ലാവരും കരുണയിലേക്ക് കടന്നു വരുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അഴുക്കുകളിലേക്ക് നോക്കി മാറ്റി വെക്കുകയല്ലല്ലോ, അഴുക്കുകളെല്ലാം നീക്കി ഞങ്ങളോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണല്ലോ അങ്ങയുടേത്. ഈ വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് നല്ല തെളിച്ചവും പ്രകാശവും പ്രത്യാശയുമായിട്ട് ഭാവിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച്, പാലാ രൂപതയുടെ വാഗമൺ മണ്ഡലം ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും കർത്താവ് ഈ സമയം അങ്ങയുടെ തിരുവചനത്തിനായിട്ട് കാതോർത്ത് ശിശുഭാവത്തോടെ തുറവയുടെ ആ വചനം സ്വീകരിച്ച് ആ വചനത്തിൻ്റെ കരുത്തോടെ ജീവിതം നിറയാൻ കരുണയിലേക്ക് സകല ബലഹീനതയും പാപങ്ങളുടെ നടുവിൽ പോലും കടന്നു വരാനുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ വിശുദ്ധ ക്രൂശ് രൂപത്തിൻ്റെ അടയാളത്തിൽ ഈ ദാസൻ ആശീർവദിക്കുന്നു. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.